ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഫസ്റ്റ് എനിക്ക് വരുന്നൊരു കൺഫ്യൂഷനാണ് ഷോർട്സ് വീഡിയോ എടുക്കണോ ലോങ് വീഡിയോ എടുക്കണോ. അങ്ങനെ എനിക്ക് നല്ല കൺഫ്യൂഷനായി. കുറേ ആലോചിച്ചിട്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, നമുക്ക് ടോസ് ഇട്ട് നോക്കാം. ഇതിനൊക്കെ ടോസ് ഇടുന്ന ആൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ പെട്ടെന്നൊരു പേപ്പർ എടുത്തിട്ട് ലോങ്ങും ഷോർട്സും എഴുതിയിട്ട് ഇടാനിട്ട് ഞാൻ ഒരു കോട്ട് വായിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കോയിൻ എറിഞ്ഞാൽ ആ എറിയുമ്പോൾ നമ്മുടെ മനസ്സിലെഴുതി വരും, പഠിച്ചവനെ അത് വന്നാൽ മതിയേനിന്ന്. അങ്ങനെയുള്ളതായിരിക്കും ശരിക്കുള്ളതെന്ന്. അങ്ങനെ അത് ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ലോങ് വീഡിയോ എടുക്കാനാണ് താല്പര്യം. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ചുരുട്ടി കൂട്ടി ഇറങ്ങിയിട്ട് ലോങ് വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. സോ ഹലോ എവറി വൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ പോണൊരു ദിവസത്തെയാണ്. പക്ഷേ ആ ദിവസം വീട്ടിൽ പോണതിന് മുന്നേ ഞാൻ എൻ്റെ റൂമിൽ എന്തൊക്കെയോ ചെയ്യുന്നുള്ള ഫുൾ കാര്യങ്ങളും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതാണ്. പാക്കിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ ബാക്കി കുറേ ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പോവുക. അപ്പോൾ അങ്ങനെ പോണതും എയർപോർട്ടിൽ പോണതും അവിടുത്തെ പ്രൊസീജിയറും വീട്ടിലെത്തുന്ന വരെയുള്ളത് മൊത്തം ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് സ്കിൻ കെയർ ചെയ്തിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടാണ് തുടങ്ങുന്നത്. സൺസ്ക്രീനൊന്നും ഇടണില്ല, എനിക്ക് ഭയങ്കര മടിയാണ്. അതൊക്കെ ഒന്ന് തീർത്തിട്ടൊന്ന് വീട്ടിൽ പോയാൽ മതിയുള്ളൊരിതാണല്ലോ. വീട്ടിൽ പോകാനായ പിന്നെ വീട്ടിലെത്തണം, അങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ പുതിയ കുരുകളൊക്കെ നോക്കുകയാണ്. പുതിയ കുരു വരുന്നുണ്ട്, സ്കിൻ ഒരുമാതിരി വൃത്തികേടാവുന്നുണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്കുള്ളൊരു സംഭവമാണ്. അപ്പം തന്നെ മനസ്സിലാക്കണം, യെസ് പീരിയഡ്സ് എവിടുന്ന് വരുന്നുണ്ടെന്നുള്ളത്. പീരിയഡ്സിനുള്ള അടയാളമാണത്, വേറെ ഒന്നുമില്ല. അങ്ങനെ ഞാൻ പിന്നെ ഫസ്റ്റ് തന്നെ എൻ്റെ മേക്കപ്പിൻ്റെ പൗച്ചും സ്കിൻ കെയറിൻ്റെ പൗച്ചും കൂടെ പാക്ക് ആക്കാവുന്നത്. അത് പാക്ക് ആക്കാൻ എൻ്റെ മെയിൻ ടാസ്ക്. അത് കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ട് എടുക്കണം, ഇത് വേണോ അത് വേണോ അത് വേണോ ഇത് വേണോ എന്ന്. പക്ഷേ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് 2 ദിവസത്തെ തോന്നുന്നു വീട്ടിൽ പോകുന്നത്. ആകെ 2 ദിവസത്തിനാണ് പോകുന്നത്. പക്ഷെ കുറേ സാധനം എടുക്കണം, കാരണം എനിക്കൊരു കല്യാണം ഉണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ, അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. അപ്പം വെഡ്ഡിങ് മേക്കപ്പിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ വേണം, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇട്ട് പോയാൽ പോലെ മതിയല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ നെയിൽ പോളിഷും ഐഷാഡോ പാലറ്റൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഐഷാഡോ പാലറ്റ് ഞാൻ യൂസ് ചെയ്യലേ ഇല്ല, എന്നാലും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. യൂസ് ചെയ്യാൻ തോന്നിയാൽ എല്ലാ ബ്ലഷും ഹൈലൈറ്റേഴ്സും ലിപ് ലൈനേഴ്സും കുറേ ലിപ്സ്റ്റിക്കും ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. കാരണം ഞാൻ ഓരോ ഡ്രസ്സിനും ഓരോ ലിപ്സ്റ്റിക് ഷെയ്ഡും ബ്ലഷിൻ്റെ ഷെയ്ഡൊക്കെ ചെയ്യുക. അപ്പോൾ ഏത് ഡ്രസ്സ് ഇടാന്ന് ഞാൻ അധികം ഫുള്ളായിട്ട് തീരുമാനിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ 2 ദിവസത്തേക്ക് ഇപ്പോൾ ഇത്ര കൊണ്ടുപോകേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. പക്ഷെ ഇത് ഞാനല്ല, ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. 2 കൺസീലറും എൻ്റെ ടിൻറ്റും മസ്കാരയും എല്ലാ സംഭവങ്ങളും. മസ്കാരേൻ്റെ ഒക്കെ കോലം കാണണം, ഉപയോഗിച്ച് എൻ്റെ ഫേവറേറ്റാണത്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്, ഏത് ബ്രാൻഡിൻ്റെ ആണ്. അങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു പൗച്ച് തപ്പി നടക്കുകയാണ്. ഇതിൽ കുറേ സാധനം പോകും, അടിപൊളി പൗച്ചാണ് ഇത്. ഞാൻ മേടിച്ചിട്ടുള്ള സ്റ്റൈൽ യൂണിയനാണ്. സ്റ്റൈൽ യൂണിയൻ ആദ്യമൊക്കെ അവിടെ ബാംഗ്ലൂർ മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു ഷോപ്പ്. ബാംഗ്ലൂർ തന്നെ 2 ഉണ്ടായിരുന്നു ഞങ്ങളവിടെ അടുത്ത്. പക്ഷെ ഇപ്പം നമ്മൾ കാലിക്കറ്റ് ഫോക്കസ് മാളിൻ്റെ ഉള്ളിലും സ്റ്റൈൽ യൂണിയൻ ഉണ്ട്. അതേപോലെ തന്നെ കാലിക്കറ്റ് ഡയമണ്ട് മോൾ ഉണ്ടല്ലോ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ്, അവിടെയും സ്റ്റൈൽ യൂണിയൻ ഉണ്ട്. പോയിട്ട് ചെക്ക് ചെയ്തു, നല്ല കളക്ഷൻസാണ്. നമ്മുടെ സുഡിയോനെ പോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഷോപ്പാണ്. പക്ഷേ അത്യാവശ്യം നല്ല കളക്ഷൻസ് അതിൻ്റെ അകത്തുണ്ട്. ഇങ്ങനെ മേക്കപ്പ് പൗച്ചസ് ആയാലും ഒക്കെ ഡ്രസ്സും അതിൻ്റെ അകത്ത് നല്ല ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതിലെന്താ പറയുക, ഓൾമോസ്റ്റ് എല്ലാ സാധനവും പോകും. പിന്നെ ഒരു സുഖം എന്താ വെച്ചാൽ ഈ സാധനം ഇതിലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് തുറന്ന് അതിൻ്റെ ഉള്ളിൽ കയ്യിലുണ്ട്. ഇങ്ങനെ തിരിച്ചു നോക്കിയാൽ തന്നെ സംഭവം കാണാൻ പറ്റും. പിന്നെ ഈ ഒരു കുഞ്ഞു പൗച്ചിൽ ഞാനൊരു ലിപ്സ്റ്റിക്കും കൺസീലർ, അതുപോലെ കുഞ്ഞു അർജൻറ്റായിട്ട് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വെച്ചു. ഇത്രയും സാധനം നുള്ളി പൊറുക്കി വെച്ചിട്ടും എനിക്ക് പിന്നെയും കൺഫ്യൂഷനാണ്, ഞാൻ എന്തെങ്കിലും വെക്കാൻ മറന്നോ, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ കൺഫേം ചെയ്യും. പിന്നെ ഡെർമാക്കോയിൽ നിന്ന് എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് എടുക്കാണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവരെ ബോക്സ് ഇങ്ങനെ കുറേ കാണുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ഞാൻ അട്ടിക്ക് വെച്ചിരിക്കുകയാണ് അവിടെ. അങ്ങനെ പിന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള ബാഗ് ഞാൻ 2 ദിവസത്തിനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നോർമലി ഞാൻ ഫ്ലൈറ്റ് പോകുമ്പോൾ എപ്പോഴും ട്രോളി എടുക്കും. ഇതിപ്പോൾ ഞാൻ ട്രോളി എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വേറൊരു ബാഗ് എടുക്കാൻ വിചാരിച്ച് ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു പാക്ക് ഉണ്ട്. ഞാൻ 10 9 8 യൂസ് ചെയ്യാൻ തുടങ്ങിയൊരു ബാഗാണ് കേട്ടോ അത്. ഇതല്ല, വേറൊരു ബാഗ്. അതെടുത്ത് പിന്നെ എൻ്റെ അസ്തറ്റിക്ക് എൻ്റെ ഡ്രസ്സിന് മാച്ചല്ല എന്ന് പറഞ്ഞ് ഞാനത് മാറ്റിയിട്ട് ഈ റെഡ് തന്നെ എടുത്തു. ഈ റെഡിനോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്ന്, ഇൻസ്റ്റയിലൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് ഈ ഒരു ബാഗ് എവിടെ നിന്നാണ്. ഇത് ആക്ച്വലി എവിടുന്നോ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് ഞാനിങ്ങനെ ഫസ്റ്റായിട്ട് ഹോസ്റ്റലിൽ വരുമ്പോൾ കുറേ ബാഗ് മേടിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മേടിച്ചാണ് കേട്ടോ ഇത്. ഷോപ്പിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഏതൊരു ബീച്ചിൽ പോയി വന്നപ്പോൾ തിരിച്ചേതൊരു ഷോപ്പ് കണ്ടപ്പോൾ അങ്ങനെ കയറി മേടിച്ചായിരുന്നു എല്ലാ ബാഗും കൂടെ ഒരുമിച്ച്. അതുകൊണ്ട് ഷോപ്പിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ കുറേ ഡ്രസ്സ് ഞാൻ കൊണ്ടുപോകണില്ല, 2 ദിവസത്തിനാണ് ഞാൻ പോകുന്നത്. സോ കുറേ ഡ്രസ്സ് ഞാൻ കൊണ്ടുപോകണില്ല. പക്ഷേ കുറച്ച് ഡ്രസ്സ് വീട്ടിൽ കൊണ്ടുപോയി വെക്കണം എന്നുണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ അത്യാവശ്യം വേണ്ട 2 ജീൻസും അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തിട്ട് പോകുന്നത്. പക്ഷെ എന്നാലും കൺഫ്യൂഷനാണ്, ഏതെടുക്കും ഇനി വേണ്ടി വരും വേറെ ഡ്രസ്സ് എന്നൊക്കെ. പക്ഷെ വീട്ടിൽ അർജൻറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ വീട്ടിലുണ്ടാവും കേട്ടോ. എന്നാലും എൻ്റെ ഒരു ഇതിന് ഞാൻ കുറേ എടുത്തിട്ട് കൊണ്ടുപോകും. അങ്ങനെ ഈ ഒരു ബ്രൗൺ ഡ്രസ്സാണ് ഞാൻ എയർപോർട്ടിൽ പോകുമ്പം എയർപോർട്ടിൽ പോകുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാൻ വിചാരിച്ചത്. അങ്ങനെ അതിൻ്റെ അടുക്ക് ഞാൻ റെസ്റ്റ് എടുക്കാൻ നിന്നപ്പോൾ ഇതിന് സ്വിച്ച് ഇട്ടപ്പോൾ എൻ്റെ മൂഡ് മാറി. പിന്നെ എനിക്കൊരു മോട്ടിവേഷനും ഇല്ല പണിയെടുക്കാനും പാക്കാകാനും. അങ്ങനെ ഒരു 10 മിനിറ്റ് ഞാൻ ഇങ്ങനെ
ഷോക്ക് അടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ഷോക്ക് അടിക്കും, കുറച്ച് നേരം അങ്ങോട്ട് നോക്കി ചിരിക്കും, കുറച്ച് നേരം അത് കണ്ട് ചിരിക്കും, പിന്നെയും അന്തം വിട്ടിരിക്കും. അങ്ങനെ ഒരു വൈബാണ് ഞാൻ. അങ്ങനെയൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ എൻ്റെ സംഭവങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യാൻ നിന്ന്. ഫസ്റ്റ് തന്നെ എൻ്റെ ഐപാഡ് എടുത്തിട്ട് വെച്ച്. ഐപാഡ് ഞാൻ കൊണ്ടുപോയത് എന്തിനാണെന്ന് എനിക്കറിയാം. അവിടെ എത്തിയിട്ട് ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ ഐപാഡ് പക്ഷേ എൻ്റെ ബാഗിലുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. എടുക്കാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല. ഫുൾ തിരക്കിയിരുന്നു. ഞാൻ സത്യം പറയില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് ഫുൾ തിരക്കിയിരുന്നു. എനിക്ക് ഒന്നിനും ടൈം കിട്ടിയിരുന്നില്ല. ഫുൾ തിരക്ക്, ഓരോരോ പണികളായിട്ട് ഫുൾ തിരക്കായിരുന്നു. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ ബാക്കി എൻ്റെ ഡ്രസ്സും കുറച്ച് ടോപ്പും സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്നത്, എന്നോട് കുറേ പേര് വേറെ ചോദിച്ചൊരു കാര്യമാണ്. ഈ ഹെഡ്ഫോൺസിൻ്റെ റിവ്യൂ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. ലൈക്ക് നിങ്ങൾ മേടിക്കാൻ ഡൗട്ട് അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഗോ ഫോർ ഇറ്റ്. അടിപൊളിയാണ്, ക്യാഷിന് വേർത്താണ്. ഭയങ്കര ലൈക്ക് പെർഫെക്റ്റ് സൈസാണ്. ഇതിന് വേറെ കളേഴ്സ് ബ്ലാക്കും ബ്ലൂ അതേപോലത്തെ കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. പെർഫെക്റ്റ് സൈസാണ്. എല്ലാത്തിനും ക്വാളിറ്റി അടിപൊളി. അതിൽ എനിക്ക് ഡ്രോബാക്സ് പറയാനായിട്ട് ഇതുവരെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. നല്ലോണം ചാർജ് നിൽക്കും, നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് എല്ലായിടത്തും കൊണ്ടുപോകാനും പറ്റും. അടിപൊളിയാണ്. നിങ്ങൾ നല്ല ഹെഡ്സെറ്റ് നോക്കി നടക്കുകയാണെങ്കിൽ ഞാനിത് സജസ്റ്റ് ചെയ്യും. നല്ല പാകം വലുപ്പവും എല്ലാം കൊണ്ടും പെർഫെക്റ്റും നല്ല ഹാൻഡി ആയിട്ടുള്ള സാധനമാണ്. കാണാനും നല്ല ഭംഗിയാണിത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ച ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. നിങ്ങൾക്ക് വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ കുറേ പേര് ഇതിൻ്റെ റിവ്യൂ ഞാനിങ്ങനെ കാണുമ്പോൾ ചോദിക്കലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം ഇട്ടത്. സംഭവം അടിപൊളിയാണ്, മേടിച്ച് നോക്ക്. കൺഫ്യൂഷനിൽ ഇരിക്കുകയാണെങ്കിൽ ഈ സാധനം എന്തായാലും വാങ്ങിക്കോ. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഞാൻ ഭയങ്കര വേർത്തായിട്ട് തോന്നിയൊരു സാധനം കൂടിയാണ് എനിക്കത്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ തട്ടങ്ങളും ഇതെനിക്കൊരു പേജ് കൊളാബിന് അയച്ച തട്ടായിരുന്നു. അങ്ങനെ ആ തട്ടങ്ങളും സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചു. അതെ, അതും എടുത്തു വെച്ചു. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയപ്പം കൊണ്ടുവന്നിരുന്നു ഈ മക്കഡാമിയ എന്നാണ് എൻ്റെ പേര് തോന്നുന്നു. മക്കഡാമിയനല്ലേ? മറ്റേ ചാവിട്ട് തുറക്കുന്ന സാധനം. ഇത് ഞാൻ സംഭവം വീട്ടിൽ നിന്ന് തിന്നീനു. പിന്നെ ഇവിടെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അകത്തുള്ള സാധനം കടിക്കുമ്പം ഭയങ്കര കറുമുറാണ് സാധനം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കറുമുറായിട്ട്. പിന്നെ ഇതിങ്ങനെ തുറക്കാനും നല്ല രസമാണല്ലോ. അങ്ങനെ ഞാൻ പിടിച്ച് തുറക്കാൻ നിൽക്കുകയായിരുന്നു. ഞാൻ ഇതെങ്ങനെ തുറക്കേണ്ടതെന്ന് ജസ്റ്റ് ഇങ്ങനെ ഏതോ ഭാഗത്തേക്ക് തിരിക്കുമ്പോഴേ തുറക്കാമെന്ന് പഠിക്കും. അടുത്തത് തുറക്കാൻ നോക്കുമ്പോഴത്തേന് ഞാനത് മറക്കും. അങ്ങനെ പിന്നെ ഞാൻ 2-3 പൊലിച്ചിട്ട് പെട്ടെന്ന് തന്നെ തിന്നു. വൈകുന്നേരം എനിക്ക് ഫ്ലൈറ്റ് വരുന്നത് രാത്രി 7 മണിക്കോ 7:15 ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തന്നെ ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആവാനായിക്കണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എൻ്റെ ബാക്കിയുള്ളത് ഇനിയിപ്പോൾ ഞാനിങ്ങനെ പൗച്ചിലൊക്കെ ആക്കി വെച്ച സാധനങ്ങളുണ്ടല്ലോ, ആക്കി ബാഗ് എടുത്ത് വെച്ചു. അതന്നെ മെയിനായിട്ടുള്ളൂ. പിന്നെ എനിക്ക് വേറൊരു കൊളാബറേഷന് വേണ്ടിയിട്ടുള്ള വേറെ 2 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അത് വെച്ചപ്പോഴത്തേന് എൻ്റെ ബാഗ് നല്ല വെയിറ്റായി. നല്ല വെയിറ്റായി ആ സാധനം വെച്ചപ്പോഴത്തേന്. പിന്നെ തന്നെ പിന്നെ ഞാൻ സൈഡ് ബാഗായിട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു വൈറ്റ് ബാഗാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന മേടിച്ചാണ്. ട്രെൻഡ്സിൻ്റെ അഫോർഡബിൾ വേർഷനാണ് യൂസ്ഡ. ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ അതാണ് യൂസ്ഡ. കുറേ സ്ഥലത്തില്ല, കുറച്ച് ഔട്ട്ലെറ്റ്സ് അവർക്കുള്ളൂ. വേഗനുള്ളത് തന്നെ ഒരിപ്പോൾ പൂട്ടി പോയി തോന്നിക്കണം. ഞാൻ ലാസ്റ്റ് പോയപ്പോൾ യൂസ്ഡ അവിടെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ കുഞ്ഞി പൗച്ചും കൂടെ താങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞി പൗച്ചിലുള്ളത് ഞാൻ തുറന്നിട്ട് ബാഗിൻ്റെ ഉള്ളിൽ തന്നെ നേരെ ഇട്ട്, ലൈക്ക് എൻ്റെ കോമ്പാക്ട് പൗഡറും 2-3 ലിപ്സ്റ്റിക്കും കൂടെ നേരെ അങ്ങോട്ട് തന്നെ ഇട്ട്. അപ്പം അത് കഴിഞ്ഞപ്പം എൻ്റെ പാക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നഖം വെട്ടാനിരുന്ന്. ഞാൻ നഖം വളർത്തി വീട്ടിൽ പോയാൽ എൻ്റെ അമ്മമ്മനെ ചീത്ത വെക്കും. നഖം വെട്ടാണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പച്ചിനൊന്നും ചീത്ത വെക്കും നഖം വെട്ടിയിട്ടില്ലെങ്കിൽ. പക്ഷേ എനിക്ക് ഒരു കയ്യിൽ നഖം വളർത്തുന്നത് ഇഷ്ടമാണ്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായി കൊള്ളാമെന്നല്ലല്ലോ. അപ്പോൾ ഞാൻ നഖമൊക്കെ വെട്ടിയിട്ട് ഒന്ന് വൃത്തിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം വെറുതെ ഓരക്കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ മുട്ട ബാക്കി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്ത് ചെയ്യാൻ, ഇനി മുട്ട വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ. പക്ഷേ ഞാൻ വേറെ എന്തുവാണ് തിന്നത്. മുട്ട ഞാൻ പിന്നെ സൗബൂന് കൊടുത്തു. ഞാൻ പിന്നെ വീട്ടിൽ പോവാണെങ്കിൽ മുട്ട വെച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം ഞാൻ ഉറങ്ങി. ഞാൻ നല്ലൊരു ഉറക്കമല്ല, 1.5 മണിക്കൂർ ഞാൻ ഇങ്ങനെ കിടന്നു. പിന്നെ ഞാൻ എണീറ്റിട്ട് ഞാൻ നേരെ എൻ്റെ ഡ്രസ്സിന് മാച്ചാക്കിയ തട്ടും സംഭവങ്ങളൊക്കെ, ഈ ഡ്രസ്സും ഫുൾ ലെങ്ത്ത് വരും. സോ അങ്ങനെ പാൻറ്റിൻ്റെ ആവശ്യമില്ല, ലെഗിൻസ് ഇട്ടാലും കുഴപ്പമില്ല ഇതിൻ്റെ അടിയിൽ. ഫുഡ് ഞാൻ മറന്നു. എനിക്ക് പെട്ടെന്ന് ഞാൻ റീൽസിൽ പൊതിച്ചോറ് കണ്ടപ്പോൾ എനിക്ക് പൊതിച്ചോറ് തിന്നാൻ പൂതിയായി. പെട്ടെന്ന് എനിക്ക് പൊതിച്ചോറ് തിന്നാൻ പൂതിയായിട്ട് വയ്യ. അങ്ങനെ ഞാൻ സൊമാറ്റോയിൽ നോക്കിയപ്പോൾ ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെ പൊതിച്ചോറുണ്ട്. വലിയ 6 മണിയുള്ള എഗ് പൊതിച്ചോറാണ്, മീനില്ലാണ്ട് എഗ് പൊതിച്ചോറാണ് മേടിച്ചത് കേട്ടോ. അപ്പം ഞാൻ ശരിക്കും ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ പോകുമ്പോൾ തിന്നാൽ മതി. പക്ഷെ എനിക്ക് പൂതിയായിട്ട് പറ്റണില്ല. ഇപ്പം ഞാൻ അങ്ങനെയാണ്, ഫുഡിന് എനിക്ക് പൂതിയായാലും ഞാൻ വെയിറ്റ് ചെയ്യില്ല, അപ്പം തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ട് തിന്നും. അങ്ങനെ ഞാൻ പൊതിച്ചോറ് വാങ്ങിയിട്ട് നാവിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. ഇത് ഓപ്പൺ ആക്കുമ്പം ആ സ്മെല്ലിങ്ങനെ അടിക്കുമ്പം ഫസ്റ്റ് വെച്ചത് ഇങ്ങനെ ഈ ഒരു പേപ്പർ പൊതിച്ചോറ് വായൻ്റെലേ പൊതിയേണ്ടത്. പക്ഷേ ഒരു പേപ്പർ തുറന്ന് രണ്ടാമത്തെ പേപ്പർ തുറന്നപ്പോൾ വായൻ്റെലയിൽ സാധനം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ എൻ്റെ നാവിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അതിലുണ്ടായിരുന്നു നല്ല മുട്ട പൊരിച്ചതും അവിയലും അച്ചാറും പിന്നെ ഒരു കൂട്ടാൻ വാഴപ്പിണ്ടിൻ്റെ കൂട്ടാനാ തോന്നുന്നു. അതും ഒരു ചമ്മന്തിയായിരുന്നു. ചമ്മന്തി എനിക്ക് നല്ല ഇഷ്ടമായി.
എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ കറി ഒഴിക്കാണ്ട് തിന്ന് നോക്കി. എനിക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം ചോറ് തിന്നാണ്ട് പിന്നെ സാധാ ചോറ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അങ്ങനെ നാട്ടിലത്തെ ചോറ് കിട്ടുമ്പോൾ ഇവിടെ പച്ചരി ചോറ് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പിന്നെ ഞാൻ എല്ലാ കറിയൊന്നും ഒഴിച്ച് സാമ്പാറും പിന്നെ കുറച്ച് മീൻ കറീൻ്റെ ചാറും പപ്പടവും കൂടെ ഇട്ടിട്ട് പിന്നെ കഴിച്ചിട്ട് വയറ് ഇത് ഫുള്ളാക്കി വെച്ച് പോവും. ഫുള്ളായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ അടുത്തൊരു സൗത്ത് ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാണ് ഞാനത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് എനർജറ്റിക്കായി. വയറ് ഫുള്ളായിട്ടുണ്ടെങ്കിലും കുറച്ച് എനർജറ്റിക്കായി. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ചെരുപ്പ് ഏതൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ എൻ്റെ എനിക്ക് ഐപാഡിലാണ് ഞാനിപ്പോൾ എൻ്റെ എല്ലാ വർക്ക്സും ടു ഡു തിങ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കൽ. അപ്പോൾ ഐപാഡ് ഇപ്പോൾ ഞാൻ ബാഗിലെടുത്ത് വെച്ചുകൊണ്ട് എനിക്ക് ഐപാഡ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ നോട്ട്ബുക്ക് എടുത്തു. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് എനിക്ക് എൻ്റെ കസിന് രാജസ്ഥാൻ ജയ്പൂരൊക്കെ പോയപ്പം അവിടുന്ന് മേടിച്ചുകൊണ്ടാണ്. എനിക്കിത് കാണാൻ നല്ല ഇഷ്ടമായതുകൊണ്ട് എനിക്കിതിലൊന്നും എഴുതാൻ തോന്നിയില്ല. എന്തായാലും അതുകൊണ്ട് ഞാൻ ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരു മോട്ടിവേഷൻ കിട്ടി. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ഫുൾ രണ്ട് പേജ് എഴുതിയിട്ടുണ്ടായി. 2 പേജ് ഫുള്ളായിട്ട് ഞാനത് മൊത്തം നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ പോകാൻ റെഡി ആവാൻ ടൈമായിട്ടോ. പോകാനുള്ള ടൈമായി. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തു. ഈ ബ്ലാക്ക് ഡ്രസ്സും ബ്ലാക്കല്ല ബ്രൗൺ ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. SM സ്ട്രീറ്റിൽ സുറൂർ എന്ന് പറഞ്ഞിട്ട് ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അങ്ങനെ അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കൊറിയർ വന്ന്. ഈ മാഴ്സ് പുതിയൊരു ലിപ് ഗ്ലോസും ലിപ് ടിൻ്റൊക്കെ ആയിട്ട് ഒരു സാധനം ലോഞ്ച് ചെയ്തല്ലോ. മാഴ്സിൻ്റെ ലിപ് മിസ്റ്റ് അങ്ങനെ എന്തോ അപ്പോൾ അത് ഞാനൊന്ന് ബുക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായി. സംഭവം അടിപൊളിയാണ്. നല്ല ടിൻ്റെ ചുണ്ടിന് തരും. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ബ്ലിങ്കിറ്റിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ കുർക്കുറേൻ്റെ പഫ് കോൺസ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് ചീസി പഫ് കോൺസ്. അങ്ങനെ അതൊക്കെ തിന്നിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ റെഡി ആവാൻ വേണ്ടിയിട്ടിരുന്നു. കുറേ നേരമൊന്നുമില്ല, എന്നാലും വലിയ ഒരുങ്ങിയിട്ടൊക്കെ പോവുള്ളൂ. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് ജാൻവിനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു അവിടെ. എനിക്ക് ഈ മോയ്സ്ചറൈസർ ഈ ഒരു പോൺസിൻ്റെ ഹൈഡ്രാ ജെൽ ഉണ്ടല്ലോ, ഇത് മേക്കപ്പിൻ്റെ അടിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സുഖമായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ബേസ് തരും ഇത് മേക്കപ്പിന്. പ്രൊമോഷനായിട്ട് പറയില്ല, ശരിക്കും അങ്ങനെ തരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ സാധനം യൂസ് ചെയ്യലുണ്ട്. അപ്പം പിന്നെ ഞാൻ ഇപ്പോൾ റെഡി ആവാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ കുഞ്ഞ് ബാഗിലാട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ കൺസിലറും സംഭവങ്ങളൊക്കെ എടുത്തു. ഞാൻ ഫസ്റ്റ് മറ്റേ ടിൻറ്റിട്ട് സംഭവങ്ങളൊക്കെ ഇട്ട് പിന്നെ എൻ്റെ ബ്ലഷൊക്കെ ഞാൻ എൻ്റെ മറ്റേ ബാഗിൽ വെച്ച്. ഞാൻ ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ബ്ലഷൊക്കെ ഇടാത്ത ഒരാളാണ്. ഞാൻ അതാരും സജസ്റ്റ് ചെയ്യില്ല. ബ്ലഷ് ഇടുമ്പോൾ എപ്പോഴും ബ്ലഷ് തന്നെ ഇടുക. അങ്ങനെ ഞാൻ പിന്നെ ഗതി കൊണ്ടാണ് ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ബ്ലഷ് ഇടുന്നത്. അപ്പോൾ അതും കഴിഞ്ഞ് മസ്കാര ഇട്ട് കണ്ണ് ഞാൻ എഴുതിയിട്ടില്ല തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. കണ്ണ് എഴുതിക്കണോ എൻ്റെ ഒരു ഓർമ്മയിലില്ല. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തേറ് പെട്ടെന്ന് എനിക്കൊരു കാറ്റടിച്ച് ഞാൻ എന്താ പറയുക വീട്ടിലേക്ക് പോണത് മാത്രം ഞാനൊരു ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരിനോട് പറഞ്ഞു തട്ടൻ ചുറ്റിയിട്ട് നല്ല ഭംഗിയുണ്ടെന്ന്. താങ്ക് യു. അപ്പം ഞാൻ അങ്ങനെ തട്ടം ചുറ്റാത്ത ഒരാളാണ്. ലൈക്ക് വളരെ റെയറാണ് ഞാൻ തട്ടം ചുറ്റുന്നത്. പക്ഷെ എനിക്ക് ഈ തട്ടത്തിൻ്റെ ക്ലോത്ത് മറ്റേ മോജ ക്ലോത്ത് ഇല്ലേ, ആ ക്ലോത്ത് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ക്ലോത്ത്. അതുകൊണ്ടാണ് ഞാൻ അതും പിന്നെ എനിക്ക് ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് ഹിജാബ് ഭംഗി ഉണ്ടാവും തോന്നിയപ്പം ഞാൻ തട്ടം ചുറ്റിയിട്ടതാണ് ഇട്ടത്. എനിക്ക് തട്ടം ചുറ്റി എന്താ പ്രശ്നം, ഞാൻ അങ്ങനെ അതുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പെട്ടെന്ന് ലൂസായ പിന്നെ അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും. ശീലമില്ലാത്തതുകൊണ്ട് എനിക്കൊരു ഇടങ്ങേറാണ്. പക്ഷേ ഈ സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ തട്ടം ചുറ്റിയിട്ട് എയർപോർട്ട് എത്തുമ്പോഴത്തേന് ഊരിയിട്ട് സാധാ പോലെ ഇടുമോയെന്ന്. അതെനിക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തുന്ന വരെ. അങ്ങനെ ഞാൻ തട്ടം ചുറ്റിയിട്ട് ഇറങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ കണ്ടവരൊക്കെ ഞെട്ടിയിട്ടുണ്ടോ, ഇവിടെ ഇങ്ങനെയൊക്കെ തട്ടം ചുറ്റിയിടുമോയെന്ന്. പക്ഷേ എനിക്ക് സംഭവം തട്ടം അത്ര ഇഷ്ടമായി. അതുകൊണ്ട് ആ തട്ടം ഈ ഒരു ക്ലോത്ത് എനിക്ക് നല്ല ഇഷ്ടമായി. ഇട്ടിട്ട് നല്ല കംഫർട്ടബിൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഇട്ടത്. പിന്നെ ഞാൻ അങ്ങനെ ഊബറിന് വെയിറ്റ് ചെയ്യുകയാണ്. നേരെ താഴെ ഇറങ്ങിയിട്ട് അത്യാവശ്യം കുറച്ച് ഞാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ലേറ്റായും ചെയ്തു. ഇറങ്ങിയപ്പം ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തുമ്പം ഇപ്പോൾ ബോർഡിംഗ് ഗേറ്റ് 45 മിനിറ്റ്സ് മുന്നെയാണ് ക്ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ 45 മിനിറ്റ്സിൻ്റെ 2 മിനിറ്റ് മുന്നേ ആയിരിക്കും ഞാൻ എത്തിയിട്ടുണ്ടാവുക. അത്രയേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ എത്തിയത്. അങ്ങനെ പിന്നെ ഞാൻ നേരെ അകത്തേറിയിട്ട് നേരെ ചെക്കിങ്ങിൽ പോയിട്ട് എൻ്റെ ഒരു സാധനം ഒരു ഇതുണ്ടായിരുന്നു, ഒരു ലിക്വിഡിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു കുറച്ച് വലുത്. അത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ആക്കിയപ്പോൾ എൻ്റെ സാധനം പിന്നെ തിരിച്ച് വെക്കാൻ അതിൻ്റെ അകത്ത് കൊള്ളണില്ല. പഠിച്ചു കുത്തിത്തിരികെ 5 മിനിറ്റ് എങ്ങാണ്ട് ഞാനവിടെ തിരിച്ചും മറിച്ചും വെച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനതെടുത്തു. എൻ്റെ ഹെഡ്സെറ്റ് ഞാൻ എന്താ ചെയ്യുക, എപ്പോഴും ആവശ്യമുള്ള ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഹെഡ്സെറ്റ് എപ്പോഴും ആവശ്യമാണല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പുറത്തുതന്നെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കും. മറ്റേ ബാഗ് തുറന്നാൽ പിന്നെ അത് അടക്കാൻ പണിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പുറത്ത് തന്നെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കും. പിന്നെ വാച്ചും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ ബോർഡിംഗ് ഗേറ്റിൽ പോയിരുന്നു. അത്യാവശ്യം നല്ല തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഫ്ലൈറ്റ് ഡിലേ ഒന്നുമില്ല. ഞാൻ പോണത് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ്, ഡിലേ ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് കയറിയപ്പോൾ എനിക്ക് കിട്ടിയത് എക്സ്ട്രാ ലാർജ് സീറ്റ്, ഏറ്റവും ഫ്രണ്ടിലെ ഫ്ലൈറ്റിൽ. ശ്രദ്ധിച്ചവർക്ക് അറിയാം ഭയങ്കര വലിയ നല്ല ലെഗ് സ്പേസ് ഉള്ളതായിരിക്കും എക്സ്ട്രാ ലാർജ്. അതിന് നമ്മൾ
എക്സ്ട്രാ പൈസ കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, ആ സീറ്റ് ഫ്രീ ആയിട്ട് കിട്ടി. അതും പോരാത്തതിന് ആ സീറ്റിൽ ഇരിക്കുന്ന ആൾ വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് വേറൊരാളുണ്ടായിരുന്നു. ആ കാക്ക പറഞ്ഞു മോള് വിൻഡോ സീറ്റിൽ ഇരുന്നു എന്ന് പറഞ്ഞപ്പം എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി ഗൈസ്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ലാഭമല്ലോ, എക്സ്ട്രാ ലാർജ് സീറ്റും കിട്ടി, വിൻഡോ സീറ്റും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 3/4 മണിക്കൂറിൽ കരിപ്പൂര് ലാൻഡ് ചെയ്തു. അപ്പോൾ ഇന്ന് എന്നെ കൂട്ടാൻ ഐസയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഐസ ആദ്യം ഉമ്മച്ചി, ഒരു 3 ആളും കൂടെ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ വന്നോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി. തോന്നുന്നു 8:15 ആയപ്പോഴത്തേന് ഞാൻ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ വീട്ടിലെത്തി. വീട്ടിൽ ആകെ 2 ദിവസത്തിനാണ് ഞാൻ വീട്ടിൽ പോയതെങ്കിലും നല്ല സന്തോഷമായിരിക്കും. അത് അങ്ങനെയാണ്, നമ്മളെ വീട്ടിലെത്തുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാകുമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഡ്രസ്സൊക്കെ മാറ്റി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ നേരെ എൻ്റെ റൂമിൽ പോയി കിടന്നുറങ്ങി. എൻ്റെ കംഫർട്ട് സോണാണിത്, എൻ്റെ റൂം. വേറെ എവിടെയും വേറെ എന്തും. എൻ്റെ റൂമിലാണെങ്കിലേ കുറേ നാനുണ്ട്, ഒരു 4-5-6 ഫ്രെയിം എൻ്റെ ഫോട്ടോ തന്നെ എൻ്റെ റൂമിലുണ്ടാവും. ആർക്ക് കയറിയാലും മനസ്സിലാവും ഇത് സീലിട്ടിട്ട് എൻ്റെ റൂമാക്കി വെച്ചിക്കണം ഞാനെന്നുള്ളത്. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ നേരെ പോയിട്ട് കിടന്നുറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക്.